ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ആരോഗ്യകരമായ ഒരു ബ്രെഡ് പോള എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അത് ബ്രെഡ് പഴം പോളയാണ്, ബ്രെഡ് ഏത്തപ്പഴം പോള. അപ്പം നമ്മൾ ഇച്ചിരി ഹെൽത്തി ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ 4 മണിക്ക് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴെല്ലാം ആവിയിൽ പുഴുങ്ങിയതാണ് നമ്മൾ കൊടുക്കുന്നത് നല്ലത്. എപ്പോഴും എണ്ണയിൽ പൊരിച്ചും ബേക്കറി സാധനങ്ങളുമായിട്ടൊക്കെ പോകാതെ നമ്മൾ വീട്ടിൽ തന്നെ ആവിയിൽ പുഴുങ്ങിയ ആഹാരം കൊടുക്കുമ്പോൾ അവർക്ക് ഹെൽത്തി ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യാം, നമുക്കൊരു സമാധാനമാവും. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ബ്രെഡ് ഏത്തപ്പഴം പോള ഉണ്ടാക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്തൊക്കെ എടുത്തതെന്ന് അറിയാവോ? 6 പീസ് ബ്രെഡ്. അത് വീറ്റ് ബ്രെഡ് എടുക്കുന്നത് ഏറ്റവും ഹെൽത്തി ചെയ്യുന്നു. വീറ്റ് ബ്രെഡ് കിട്ടാത്തതുകൊണ്ട് ഞാൻ സാധാ ബ്രെഡ് എടുത്തു. പിന്നെ ഇത് ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാലാണ്. എല്ലാവരും സാധാരണ പശുവിൻ പാലാണ് ഉപയോഗിക്കുന്നത്. ഞാൻ തേങ്ങാപ്പാലെടുത്ത് ഒരു വെറൈറ്റി നമുക്കത് കഴിച്ചാൽ നമുക്ക് ആരോഗ്യകരമായി എങ്ങനെ കഴിക്കാൻ പറ്റും എന്ന് ആണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. അങ്ങനെ ഞാൻ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, 2 ഏത്തപ്പഴം, പിന്നെ 3 മുട്ട, പിന്നെ എടുത്ത് ഇതെന്താ പറയുക, ശർക്കരയാണ്. ഒരു ചെറിയ പീസ് ശർക്കരയ്ക്കകത്തും ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചേക്കുക. ഇവിടെ പഞ്ചസാരയാണ് എല്ലാവരും ചേർക്കുന്നത്. നമ്മൾ മാക്സിമം പഞ്ചസാര യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ നോക്കുന്നത്. അപ്പം നമുക്കത് ചെയ്ത് നോക്കാം, നല്ലതാണോ നോക്കാം. അപ്പം ഈ ഓൾറെഡി നമുക്ക് ഏത്തപ്പഴം മധുരം ഉണ്ടല്ലോ, പിന്നെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ്. എന്നാൽ തന്നെ അതിനോട് കുറച്ചൊരു മധുരത്തിന് ഞാൻ ശർക്കരയും ഏലക്കാപ്പൊടി ഉണ്ട് ഇതിനകത്ത് കേട്ടോ, അതുകൊണ്ട് 2 ചേർത്ത് മിക്സിക്കകത്ത് പൊടിച്ച് വെച്ചേക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇതെല്ലാം നമുക്ക് മിക്സിക്കകത്ത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മുടെ ബ്രെഡ് നല്ലതുപോലെ പൊടിച്ചെടുത്തു. ഇനി വേണം ബാക്കി നമുക്ക് ഏത്തപ്പഴമൊക്കെ ഇടാം, അല്ലെങ്കിൽ ബ്രെഡ് പൊടിക്കാതെ കിടക്കും കേട്ടോ. ബ്രെഡ് നല്ലപോലെ പൊടിക്കണം ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഏത്തപ്പഴവും ഒക്കെ ഇട്ട് അരയ്ക്കാം. ഹൈ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ മിശ്രിതമൊക്കെ നല്ലതുപോലെ അരച്ച് ഞാൻ ഒരു ഇഡലി ചെമ്പിൽ എഴിച്ചിട്ട് എൻ്റെ തട്ടിനകത്ത് നമ്മുടെ സ്റ്റീൽ പാത്രം വെച്ചിട്ട് അതിനകത്ത് നെയ്യ് പുരട്ടിയിട്ട് നമ്മുടെ മിശ്രിതം ഇതിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. തീ കത്തിച്ചില്ല, അതിന് മുമ്പ് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബ്രെഡ് പോളയുടെ മിശ്രിതം. ഇതുപോലൊന്നും അല്ല ബ്രെഡ് പോള ഉണ്ടാക്കുന്നത്, പക്ഷേ എൻ്റേതായ രീതിയിൽ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ഡയബറ്റിക്കുകാർക്ക് എങ്ങനെ കഴിക്കാം, എല്ലാവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പോള. മനസ്സിലായി? അപ്പോൾ ശർക്കര ഈ പഞ്ചസാരയുടെ ഈക്വൽ അല്ലെങ്കിലും ഇച്ചിരി കുറവുണ്ട്. അല്ല, പഞ്ചസാരയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്, നമുക്ക് എല്ലാ തരത്തിലും വിഷമായിട്ട് നിൽക്കുന്നത്. പക്ഷേ ശർക്കര മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, എന്നാൽ തന്നെ ഇത്രയും നമുക്ക് ദോഷം ചെയ്യത്തില്ല. ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ ആ മധുരം ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവം. അപ്പോൾ നമുക്ക് ആവിയിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ നമ്മുടെ ഏത്തപ്പഴ ബ്രെഡ് പോള നല്ല സൂപ്പറായിട്ട് വന്നേക്കുന്നു. നല്ല പതപതാന്നിരിക്കുന്നു. ഞാൻ ഈ ഫോർക്ക് വെച്ചൊന്ന് കുത്തി നോക്കിയായിരുന്നു, അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നില്ല. ഒരു 20 മിനിറ്റായി കേട്ടോ. 20 മിനിറ്റ് ഞാൻ ആവി വെച്ചപ്പോൾ എല്ലാം ഇതുപോലെ വിട്ടൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഹെൽത്തിയായ നമ്മുടെ ബ്രെഡ് പോള അല്ലെങ്കിൽ ഏത്തപ്പഴം വെച്ചിട്ടുള്ള ബ്രെഡ് പോള റെഡിയായി. ഞാനത് മുറിച്ച് എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറയാം. നല്ല ബ്രെഡ് പുഡിംഗ് ആണോ പോളയാണോ എന്ന് എനിക്കറിയത്തില്ല. നല്ല ടേസ്റ്റും അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഞാനിങ്ങനെ പീസായിട്ട് മുറിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് അതിനകത്ത് കഴിച്ചു, നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകും കേട്ടോ. എന്നിട്ട് തണുത്തിട്ട് കഴിക്കുന്ന ഇച്ചിരി കൂടെ നല്ലത്. ഞാൻ ഡേറ്റ്സാണ് കുറച്ചിങ്ങനെ ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സോ പീനട്ടോ എന്തായാലും വേണമെങ്കിൽ ഇടാം ഡെക്കറേറ്റ് ചെയ്യാൻ. ഇങ്ങനെ നമുക്ക് മുറിച്ച് കേക്ക് പോലെ മുറിച്ചെടുക്കാം. പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൾ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബ്രെഡ് പോള ഞാനെല്ലാം കട്ട് ചെയ്തു. സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ കേട്ടോ. എനിക്ക് ഇത്തിരി പോരായ്മ തോന്നിയെന്ന് വെച്ചാൽ മധുരം കുറവുണ്ടെന്ന് മാത്രം. മധുരം ഉള്ളവർക്ക് കുറച്ചുകൂടെ ശർക്കരയോ പഞ്ചസാര ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ശർക്കരയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കൂട്ടുക, അതേ ഉള്ളൂ. ബാക്കിയായ ഹെൽത്തിയായ കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു 4 മണി സ്നാക്കാണിത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മധുരം ഇടാം, നട്ട്സ് ഉണ്ടെങ്കിൽ നട്ട്സ് ഇടാം, റൈസിൻസ് ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. വളരെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാനത് കട്ട് ചെയ്ത് ഇനി ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോകണം.
4 മണിക്ക് നമുക്ക് കഴിക്കാം. ഓക്കെ, താങ്ക് യു.